ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാനെ മെരുക്കാനുള്ള തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ നാവിക ഉപരോധം അടക്കമുള്ള തന്റെ മുന്നിലുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുള്ള ലേഖനം തന്റെ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പങ്കുവച്ചു. ഇന്ത്യയും ചൈനയും സമ്മർദ്ദത്തിലാക്കുമെന്ന് പരാമർശിച്ചുള്ള ഒരു US വാർത്താ പോർട്ടലിൽ വന്ന ലേഖനമാണ് ട്രംപ് പങ്കുവച്ചത്. ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ US ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് ഈ ലേഖനം പുറത്തുവിട്ടിരിക്കുന്നത്. വലിയ സൈനിക നടപടിയിലൂടെ വെനസ്വേലയുടെ ഏകാധിപതി നിക്കോളാസ് മഡുറോയെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പ് അമേരിക്കൻ നാവിക ഉപരോധത്തിലൂടെ ട്രംപ് വെനസ്വേലയുടെ സാമ്പത്തിക രംഗം തകർത്തു കളഞ്ഞിരുന്നു. ഈ ഉപരോധം രാജ്യത്തിന്റെ എണ്ണ വരുമാനത്തെ മുരടിപ്പിച്ചു എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. തുടർന്നാണ് ഇന്ത്യയടക്കം സമ്മർദ്ദത്തിലാക്കുന്ന ഇറാനുമേലുള്ള നാവിക ഉപരോധത്തെക്കുറിച്ച് ലേഖനത്തിൽ പറയുന്നത്. കൂടാതെ അമേരിക്ക മുന്നോട്ടുവച്ച അവസാന കരാറിന് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇറാനെ ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കാൻ ബോംബിടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിനകം തന്നെ തകർച്ചയിലായ ഇറാനിയൻ സമ്പദ്വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്നതിന് ഉപരോധതന്ത്രം വീണ്ടും പ്രയോഗിച്ചേക്കാം. ചൈനയുടെയും ഇന്ത്യയുടെയും പ്രധാന എണ്ണ സ്രോതസ്സിനെ വിച്ഛേദിക്കുന്നതിലൂടെ നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് ലേഖനത്തിൽ പറയുന്നത്.